Hi, hello, I am welcome to your favorite Tasty ഏവർക്കും സ്വാഗതം. ജിയുടെ മാന്ത്രിക ലോകം തീർത്ത് അസീസിയ ഫാമിലി റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞതാണ് അല്ലെ, അസീസിയ ഫാമിലി റെസ്റ്റോറന്റ്. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഇന്ന് എന്ത് സ്പെഷ്യൽ ഡിഷാണ് നമുക്ക് വേണ്ടി? മന്തി റൈസ് ഉണ്ടായി കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാകും. ബിരിയാണി എന്ത് ബിരിയാണിയാണ്? മട്ടൺ ബിരിയാണി സ്പെഷ്യൽ. ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതില് പട്ട, ഗ്രാമ്പു, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതൊക്കെ എത്ര ടൈമിങ്ങിനാണ്? ഇതിപ്പോ ഒരു അരമണിക്കൂറുണ്ട്. അരമണിക്കൂർ. ഓക്കെ, അങ്ങനെ വളരെയധികം ടേസ്റ്റിയായ മട്ടൺ ബിരിയാണിയാണ് നമുക്ക് വേണ്ടി അസീസിയ റെസ്റ്റോറന്റ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നല്ലൊരു മണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റാവുന്നതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഒരു അര കിലോ. അര കിലോ ടൊമാറ്റോയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ സ്ലൈസ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഈ ടൊമാറ്റോയും നല്ല രീതിയിൽ ഇതിൽ വഴറ്റിട്ടേണ്ടതാണ്. മട്ടൺ ബിരിയാണിയുടെ ഒരു മസാല കൂട്ടാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. റൈസ് വേവിക്കാനുള്ള വെള്ളവും അതിലുള്ള ആവശ്യത്തിനുള്ള ഡാൽഡ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇതില് ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ എന്തൊക്കെ ചേട്ടാ ഇപ്പൊ ആഡ് ചെയ്ത്? ക്യാരറ്റും മുളകും. അതിന് മുന്നേ സാൾട്ട് ആണോ? സാൾട്ട് ആണ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും നല്ല രീതിയിൽ ഇളക്കി എന്താ പറയാ ഈ മസാലയുടെ കൂടെ കറിവേപ്പില ഒരു സ്പെഷ്യൽ നല്ലൊരു മണമാണ് ഇതിൽ കിട്ടുന്നത്. ആ ഒരു കളറും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി റൈസിനുള്ള ആ ഒരു വാട്ടർ അല്ലെങ്കിൽ അതിന് റൈസ് തട്ടാനുള്ള പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഇട്ട ആ ഒരു വാട്ടർ. ഓക്കെ, അതിലെ റൈസ് തട്ടുകയാണ്. 3.5 കിലോ റൈസ് ആണോ? 3.5 കിലോ. ഓക്കെ, 3.5 കിലോ റൈസിനുള്ള മസാലക്കൂട്ടുകളാണ് ഇതില് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. 3.5 കിലോ റൈസിന് 4.5 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. റൈസ് തട്ടിയതിനു ശേഷം നല്ല രീതിയിൽ തന്നെ അത് നല്ലവണ്ണം യോജിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം റൈസ് ഈ ഒരു ഇതിലാണ് നമ്മുടെ എന്താ പറയാ മട്ടൺ ബിരിയാണി റെഡിയാക്കാൻ പോകുന്ന ചേട്ടൻ. നല്ല ചൂടുണ്ട് ഇത്, എന്നാലും നമുക്കൊന്ന് ഇളക്കി ഇത് കാണുന്ന പോലെയുള്ള നല്ല രീതിയിൽ കഷ്ടമാണ്. ലെമൺ ആഡ് ചെയ്യുന്നുണ്ട് അതിനെ കട്ട് ചെയ്ത്. ഈ ലെമൺ ചേട്ടാ ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാണ് ലെമൺ ചേർക്കുന്നത്. കുറച്ച് വൈറ്റ് കളർ അല്ലേ കിട്ടുമെന്ന് പറയും, ശരിയാണോ? ഓക്കെ, മതിയോ? മട്ടൺ ബിരിയാണിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മസാലയിൽ ചേർക്കുക മുളക് പൊടി, ചില്ലി പൗഡർ, അതും നല്ല രീതിയിൽ എത്ര ടീസ്പൂൺ വരും ചേട്ടാ? 2 ടീസ്പൂൺ. ഓക്കെ, അടുത്ത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ.
കുരുമുളക് പൊടി. ഓക്കെ. കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഈ മസാല കുക്ക് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും എന്നാണ് അല്ലേ? നമ്മൾ കാണുന്ന പോലെയല്ല, ഈ റൈസിനെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മട്ടൻ വേവിച്ച് വെച്ചിട്ടുള്ള മസാല എല്ലാം ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഈ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു കൂട്ടിലോട്ട് അതിനെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മട്ടനിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ട് വേവിച്ചതാണ്? ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഓക്കെ, പിന്നെ മഞ്ഞപ്പൊടി അതൊക്കെ നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം ഈ കൂട്ടിലോട്ട് ഇത് ഗരം മസാല. ഓക്കെ, അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണിക്കുള്ള മട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? റോസ് വാട്ടർ. ഓക്കെ, ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടർ ആണ്. ചേട്ടാ, ഈ റോസ് വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫ്ലേവർ കിട്ടാനാണ്. ഓക്കെ, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അടുത്ത എസൻസ് ആണല്ലേ? ഓക്കെ, ബിരിയാണി എസൻസ്. ഇത് എന്ത് ഫ്ലേവർ ആണ് ചേട്ടാ? ഇത് വാനില. പൈനാപ്പിൾ എസൻസ് ഇതിൽ ആഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഇപ്പോഴേ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഓക്കെ ലാസ്റ്റ് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചേട്ടാ ലാസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നത്? അതൊരു നല്ല ഇത് കിട്ടാ റൈസിന് ഒരു സോഫ്റ്റ് അല്ലേ, കുറച്ച് ഹാർഡ് ആവാതിരിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ പാകത്തിന് എടുക്കുമ്പോ നല്ല രീതിയിൽ ഇരിക്കാനാണ്. ഓക്കെ, രംഭയില ചേർക്കുന്നുണ്ട്. ഫ്ലേവറിനാണ്. കുറച്ച് ഡെക്കറേറ്റ് ആണ് ചെയ്യുന്നത്. പുതിനയില, മല്ലിയില, രംഭയില ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഈ റൈസിൽ ഇപ്പോ ചേർക്കുക. കാണുമ്പോ തന്നെ നല്ലൊരു എന്താ പറയാ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാണ് അല്ലെ? ബിരിയാണിയിൽ ആ റൈസ് ഒക്കെ നല്ല രീതിയിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് ദമ്മിടെയാണ്. എന്താ പറയാ മട്ടൻ ബിരിയാണിക്കുള്ള ഒരു ദം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ എന്താ പറയാ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഈ ഒരു ബിരിയാണി റെഡിയാക്കി കിട്ടാൻ. ചേട്ടന്റെ പേരെന്താണ്? സതീഷ്. ഓക്കെ, ചേട്ടൻ ഈ ഫീൽഡിൽ കേട്ടിട്ട് എത്ര വർഷമായി? 20 വർഷമായി. അതിന്റെ കൂടെ നമ്മുടെ മട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ അതിനെ മറിച്ച് ഇളക്കി വെക്കുക. ഇതിപ്പോ ദമ്മാകുമ്പോൾ വീണ്ടും ഇത് മസാല മിക്സ് ചെയ്യും. ഓക്കെ, അതിലും രംഭയില, മല്ലിയില ചേർക്കുന്നില്ല, രംഭയില ആ ഒരു മണത്തിന് വേണ്ടി. എപ്പോഴും നമ്മൾ ഈ ഒരു ഗ്രീൻ ലീഫ് ചേർക്കുന്നത് നല്ലതാണ്. ആ മട്ടൺ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഫീലാണ്. കഴിക്കാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടം തോന്നും. ഇപ്പോ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? സ്പെഷ്യലായിട്ട് പിന്നെ മന്തി റൈസ്. നാളെ മജ്ബൂസ് ഉണ്ടാവും. പിന്നെ ബിരിയാണി നോർമൽ എല്ലാ ദിവസവും ഇവിടെ വന്നാൽ ബിരിയാണി കഴിക്കാവുന്നതാണ്. ബിരിയാണി ഏതൊക്കെ ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, വേറെ ബീഫും ഉണ്ട്. രാവിലെ 7 മണിക്ക് കട ഓപ്പൺ ചെയ്യുന്നതാണ്. നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താ പറയാ ഇതിനു വേണ്ടി പ്രത്യേക ഒരു ഗോഡൌൺ തന്നെയാണ് കടയുടെ ഓണർ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. ഇവിടെ 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഷെഫുമാരാണ് ഇവിടെ സ്പെഷ്യൽ ഡിഷസ് കുക്ക് ചെയ്യുന്നത്. 10 മിനിറ്റ് ആയി കഴിഞ്ഞ് ദം ഇട്ടിട്ട് ഇനി ഒരു 5 മിനിറ്റ്സ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പോയാലും ഒരു 15 മിനിറ്റ്സ് ആവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് ഈ മട്ടൻ ബിരിയാണി. ചേട്ടൻ ഇവിടുത്തെ ഓക്കെ, അപ്പൊ നല്ല ഗുഡ് സർവീസ് ഉള്ള ഷെഫുമാരാണ്. ഓക്കെ, വർക്ക് ചെയ്താണ്, എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ പറയാ ഇഷ്ടത്തോടെ. ഓക്കെ, അതെ, ഇഷ്ടത്തോടെ നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. എന്താ പറയാ ഇപ്പൊ മട്ടൻ ബിരിയാണി സ്പെഷ്യലായിട്ട് നമുക്ക് ഇവര് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഈ മട്ടൻ ബിരിയാണി കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിന് നല്ലതാണ്. മട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് എന്താ പറയുക വേസ്റ്റ് കൊളസ്ട്രോൾ ഒക്കെ അല്ലെ കുറയ്ക്കുന്ന ഒന്നാണ്. വേസ്റ്റ് കുറവാണ്, പ്രോട്ടീൻ ഉള്ളതാണ്. വേസ്റ്റ് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഹെൽത്തി ആയിരിക്കും കുറച്ചുകൂടി. മട്ടൻ ബിരിയാണി വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അസിസിയ ഫാമിലി റെസ്റ്റോറന്റ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ് മട്ടൻ ബിരിയാണി. നല്ല രീതിയിൽ മസാലയൊക്കെ നല്ല രീതിയിൽ ആയിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് ഇരിക്കുകയാണ്. ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചതിന് ശേഷമാണ് ലാസ്റ്റ് അല്ലേ, ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, ബിരിയാണിയുടെ ഒരു അങ്ങനെയാണ് ബെസ്റ്റ്. ഓക്കെ, അങ്ങനെ ദം എടുത്തിരിക്കുകയാണ്. വാവ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും
റൈസ് ഒക്കെ നല്ല രീതിയിൽ നല്ല എന്താ പറയാ ആ ഒരു ലെമണൊക്കെ ഇട്ടത് കൊണ്ടായിരിക്കാം നല്ല ഒരു എന്താ പറയാ നല്ല സോഫ്റ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. റൈസൊക്കെ നല്ല രീതിയിൽ പാകത്തിനായിട്ടുണ്ട്. ഓക്കെ, അതിലെ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിലൂടെ തന്നെ എന്താ പറയാ ആ ഒരു പീസസ് നല്ല രീതിയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത് മട്ടൺ ബിരിയാണിക്കുള്ള ആ ഒരു മസാല. ഓക്കെ, കുറച്ച് റിസ്ക് ആണ്. ഓക്കെ, അതിന് നമ്മള് നമ്മുടെ എന്താ പറയാ ആ മസാല ഒരു സൈഡിലോട്ടാണ് നമ്മള് ലെയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മസാല ലെയർ ആയിട്ട് എന്താ പറയാ റൈസിലോട് ചേർത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ആ ഒരു മട്ടൺ ബിരിയാണിയുടെ മണം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് വളരെ ടേസ്റ്റി ആണെന്ന്. ഇനി കഴിച്ചുകൂടെ നോക്കിയാൽ മാത്രമേ ആ ഒരു മട്ടൺ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് അതിനെ ലെയറാക്കി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില, നേരത്തെ ഇട്ടിരുന്ന ആ മല്ലിയില, പുതിനയില, രംഭയില ബാക്കി ബാലൻസ് വന്നതിനെ ഈ ഒരു മട്ടൺ ബിരിയാണിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഗീ ചേർത്ത് ഇതിനെ ലാസ്റ്റ് ഒന്ന് അടച്ചങ്ങ് വെക്കുന്നതാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഷെഫായിട്ട് സതീഷ് ചേട്ടന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ചേട്ടന്റെ പേര് നസീർ. ഓക്കെ, നസീർ ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? കളിയിക്കാവിളിൽ നിന്ന് മാർത്താണ്ഡം പോകുന്ന വഴിക്ക് കളിയിക്കാവിള RTO ചെക്ക് പോസ്റ്റിന് എതിർവശം. പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ട് വരും. ഓക്കെ, കളിയിക്കാവിള പോലീസ് സ്റ്റേഷന് എതിർവശമാണ് നിരഞ്ജൻ പ്ലാസ. ഓക്കെ, RTO ചെക്ക് പോസ്റ്റിന്റെ നേരെ ഫ്രണ്ടിലാണ് നിരഞ്ജൻ പ്ലാസ ഉള്ളത്. ലാസ്റ്റ് ഫ്ലോറിലാണ് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഓക്കെ, പാർക്കിംഗ് സൗകര്യമുണ്ട്. അസീസിയ ഫാമിലി റെസ്റ്റോറന്റ് എന്താ ഫുൾ സർവീസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫുമാരാണ് ഇവിടെ സർവീസ് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും. നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആണ്. നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഒത്തിരി ആത്മാർത്ഥതയോടെ തന്നെയാണ് അവരുടെ ജോബ് ചെയ്യുന്നത്. അതുമാത്രമല്ല നല്ല സ്പീഡപ്പ് ആയിട്ടാണ് ജോബ് ചെയ്യുന്നത്. അസീസിയ ഫാമിലി റെസ്റ്റോറന്റിലെ ഫുഡ് കഴിക്കാൻ വന്ന ക്ലയൻസിനെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? അഫ്ര. ഓക്കെ, മോളുടെ പേര്? ഫാദില. ഓക്കെ, ഇവര് ഫുഡ് കഴിക്കാൻ വന്നവരാണ് അല്ലേ? ഓക്കെ, എന്ന ഫുഡാണ് കഴിച്ചത്? കാലയില് പൊറോട്ടവും ചിക്കൻ കറിയും കഴിച്ചത്. ഓക്കെ, മോൾ എന്താണ് കഴിച്ചത്? സെയിം ആണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. ടേസ്റ്റി ആണ്, സോഫ്റ്റി ആണ്, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഹോംലി ഫുഡ്. ഓക്കെ, ഹോംലി ഫുഡ് പോലെയാണ് അസീസിയ ഫാമിലി റെസ്റ്റോറന്റിന്റെ ഫുഡ് ഇരുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അസീസിയയിലോട്ട് எல்லாரும் வந்து சாப்பிடுங்க. அசிசியா ஹோட்டல்ல நல்ல ஃபேமிலியா வந்து சாப்பிட்டு போலாம். ഹൈജീനാണ്, നല്ല ഫ്രണ്ട്ലി ആണ് അല്ലേ? ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് അല്ലെ? നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ്. ഗുഡ് സർവീസ് ആണ് അല്ലെ? നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്താ പറയാ ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ എന്താ പറയാ വളരെയധികം സന്തോഷത്തോടെ ഹാപ്പിനെസ്സോടെ തന്നെയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ആംബിയർ കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഫുഡ് എങ്ങനെയുണ്ട്? ടേസ്റ്റി ആണ്. നമുക്ക് വീട്ടിലെ ഫുഡായിട്ട് കണക്കാക്കി കഴിക്കാം. ഈ അസീസിയ ഫാമിലി റെസ്റ്റോറന്റ് ഓണർ ആണ് ഈ ചേട്ടൻ. ചേട്ടന്റെ പേര്? എന്റെ പേര് അബ്ദുൽ അസീസ്. ഓക്കെ, അബ്ദുൽ അസീസ് ആണ്. ചേട്ടന്റെ മകനാണോ? മോന്റെ പേര്? മുഹമ്മദ് ആഫിക്. ഓക്കെ, അപ്പോ ഇന്ന് ഉദ്ഘാടനം അല്ലേ? കഴിഞ്ഞതേ ഉള്ളൂ. കാലത്ത് 8:30 കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആൾക്കാരൊക്കെ? നമ്മളവിടെ PPN ജംഗ്ഷനിലായിരുന്നു കളിയേക്കാവള. അവിടത്തെ സൗകര്യം കുറവായത് കൊണ്ട് ഇപ്പൊ സ്ഥലം മാറ്റി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അത് പറയാനുള്ളത് ഇവിടെ വിശാലമായിട്ട് കാർ പാർക്കിന്റെ സ്ഥലമുണ്ട്. ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പാർക്ക് ചെയ്തിട്ട് അവർക്ക് എലിവേറ്ററിൽ കൂടി കയറി മേലോട്ട് വരാം. നടന്നു വരേണ്ട ആവശ്യമില്ല. ലിഫ്റ്റിംഗ് സൗകര്യമുണ്ട്. ലിഫ്റ്റിംഗ് സൗകര്യമുണ്ട്. പിന്നെ AC ഉണ്ട്. AC നോൺ AC രണ്ടും ഉണ്ട്. നല്ല ഒത്തിരി എന്താ പറയാ സ്പേസ് ഉണ്ട്. പിന്നെ നല്ല
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആണ് ഷെഫ്സ് ഉണ്ട്, work ചെയ്യുന്നത്. ഗൾഫിലും ഇവിടെയും ജോലി ചെയ്ത ആൾക്കാർ തന്നെ, Okay, എല്ലാം ഒരു 20-25 കൊല്ലം സർവീസ് ഉള്ള ആൾക്കാരാണ് ഓക്കെ ഓക്കെ ചെഫായിട്ടിരിക്കുന്നത്. ഷെഫ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അത് പോയിട്ട് നമ്മള് ബാക്കിയുള്ള സ്റ്റാഫുകളും മിനിമം 15 കൊല്ലത്തിന് എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മളെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. ഉള്ള ആൾക്കാർ. പിന്നെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ട് നമുക്ക് കാണുമ്പോ അറിയാം, നിങ്ങൾക്ക് നോക്കുമ്പോ അറിയാം ഫാമിലി റെസ്റ്റോറന്റ് വരുമ്പോ കാണാൻ തന്നെ നമ്മളുടെ പ്രത്യേകത ഹൈജീനിക് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഹൈജീനിക് ആണ്. ഹൈജീനിക് ആണ് അസീസിയ ഫാമിലി റെസ്റ്റോറന്റ് ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എന്നേലും എപ്പോഴേലും നമ്മുടെ കളിയിക്കുള്ള വഴി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അസീസിയ ഫാമിലി റെസ്റ്റോറന്റില് നിങ്ങൾ ഓരോരുത്തരും വന്ന് ഓരോ ഫുഡ് സ്പെഷ്യൽ ഫുഡായ എന്തൊക്കെയാണ് ചേട്ടാ ഇവിടെ? എല്ലാ ഐറ്റംസും ഉണ്ട്. മാക്സിമം ബിരിയാണി ഉണ്ട്, പിന്നെ അറബിക് മന്തി ഉണ്ട്, അറബിക് കബ്സ ഉണ്ട് സ്പെഷ്യലായിട്ട്, പിന്നെ മട്ടൺ വെറൈറ്റീസ് ഉണ്ട്, ചിക്കൻ വെറൈറ്റീസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്. അത് പോയിട്ട് നമുക്ക് ബീഫ് വെറൈറ്റീസും ഉണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ വെറൈറ്റി ഫുഡാണ്. വെറൈറ്റി ഫുഡ്, ഓക്കെ, വെറൈറ്റി ഡിഷസ് ആണ്. ജനങ്ങളുടെ ആവശ്യം, കസ്റ്റമേഴ്സിന്റെ ആവശ്യം നമ്മൾ പൂർത്തി ചെയ്യും. എന്ത് വേണമെങ്കിലും അവർ ചോദിക്കുന്ന ഡിഷ് നമ്മൾ അടിച്ചു കൊടുക്കും. അതാണ് അതിന്റെ ഒരു ഓക്കെ. ഓണർ നല്ല രീതിയിൽ തന്നെയാണ്, നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. ചേട്ടനോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ വരുന്നവരോട് നല്ല രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. പറയുന്നത് അവരുടെ തൃപ്തിയാണ്, കസ്റ്റമറുടെ സംതൃപ്തിയാണ് നമ്മളുടെ കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കസ്റ്റമറിന്റെ ആ ഒരു സംതൃപ്തി, അതാണ് അവര് ഒരു കോംപ്ലിമെന്റ്, നമുക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ് അതാണ് ആവശ്യം. നമുക്ക് അതാണ് ആവശ്യം. വെറും ക്യാഷിന് വേണ്ടി മാത്രമായിട്ടല്ല, അല്ല, കസ്റ്റമർ നല്ല രീതിയിൽ തന്നെ അവരെ തൃപ്തി ചെയ്യണം, കസ്റ്റമറെ അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യണം. എന്താണ് ചേട്ടൻ? അതാണ് എന്റെ പ്രത്യേകത. ചേട്ടൻ ഹോട്ടൽ നടത്തിയിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഗൾഫിൽ 20 കൊല്ലം കാറ്ററിംഗ് കമ്പനിയിലായിരുന്നു. ഇവിടെ ഇപ്പൊ വന്നിട്ട് 20 കൊല്ലമായി. 40 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോ എന്താ പറയാ, നമ്മള് പുറത്തു പോയി നോക്കിയാൽ പോലും കുറച്ച് ഏകദേശം ഒരു 5-10 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ഉള്ള എന്താ പറയാ ഓണേഴ്സിനായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ 14 ഇയേഴ്സിലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണാത്തവര് കാണാ വന്ന് ഒരിക്കലെങ്കിലും അവരെ ഫുഡ് കഴിക്കാം, എന്നിട്ട് അവരെ സജഷൻ പറയാം. യെസ്, നിങ്ങളുടെ സജഷൻസ് കേൾക്കാൻ. ഫുഡ് മേഖല, ഫുഡാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. കാരണം കഴിക്കുന്നത് ഏത് ദേഷ്യം ഉണ്ടെങ്കിലും ഏത് പ്രവൃത്തി ഉണ്ടെങ്കിലും കഴിക്കുന്ന സമയം അവർക്ക് തൃപ്തിയാണെങ്കിൽ സർവ്വതും അങ്ങ് മാറും. ശരീരത്തിലുള്ള ഫുഡ് തന്നെയാണ് ഏറ്റവും അല്ലെ നല്ല ടേസ്റ്റി ആയിട്ട് തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്ത് കൊടുക്കും. കാരണം അവരെ ആവശ്യം, അവർ വന്ന് ഇരിക്കുന്ന ഉടനെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ ആ സർവീസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാണാത്തവര് തീർച്ചയായിട്ടും ഇത് കാണണം, വരണം, വന്ന് സന്തോഷമായിട്ട് കൂടി ആഹാരം കഴിക്കുക. എന്നിട്ട് നിങ്ങളെ തൃപ്തി, നിങ്ങളെ കാര്യങ്ങൾ, നിങ്ങളെ സജഷൻ എന്തായാലും നമ്മളോട് പറയാം. തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. കസ്റ്റമറുടെ ആവശ്യമാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ്. അവരെ തൃപ്തി ചെയ്യണം, സന്തോഷപ്പെടുത്തണം. അപ്പൊ നമുക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യലായിട്ട് മട്ടൺ ബിരിയാണിയാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. മട്ടൺ ബിരിയാണി ഉണ്ട്, ചിക്കൻ മന്തിയും ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഉദ്ഘാടനം നടന്ന അസീസിയ ഫാമിലി റെസ്റ്റോറന്റ് സ്പെഷ്യൽ ഡിഷായ മട്ടൺ ബിരിയാണി നമ്മുടെ മുൻപിൽ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഒരു ബിരിയാണി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ നമുക്ക് പപ്പടമുണ്ട്, സാലഡുണ്ട്, അച്ചാറുണ്ട്, അഡീഷണൽ ഗ്രേവി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് കൊണ്ടും ടൊമാറ്റോ കൊണ്ട് ഫ്ലവർ ടൈപ്പിലൊക്കെ വെച്ച്. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്കിനി പീസ് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലാണ് പീസ് കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ വളരെയധികം ടേസ്റ്റിയാണ്. കാരണം നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ആ ഒരു ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആ മട്ടണിൽ നല്ല രീതിയിൽ തന്നെ യോജിച്ചിട്ട് എന്താ പറയാ ബിരിയാണിയിൽ ഞാൻ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ മട്ടൺ ബിരിയാണി വളരെയധികം ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെയധികം ടേസ്റ്റിയാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ബിരിയാണി കൂടിയാണ്. ആ പീസ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടല്ലോ, നൈസ്, നല്ല ടേസ്റ്റിയാണ്. കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായിൽ വെള്ളം ഊറുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ നല്ല രീതിയിൽ കപ്പലോടിക്കുന്ന വെള്ളമുണ്ട് വായിൽ. ടേസ്റ്റ് ചെയ്യാം. നല്ല മട്ടൺ പീസാണ്. ഉറപ്പായും കളിക്കവിള വഴി വരികയാണെങ്കിൽ അസീസിയ ഫാമിലി റെസ്റ്റോറൻറ്റിൽ വന്ന് ഈ ഫുഡ് സ്പെഷ്യൽ ബിരിയാണി തന്നെ, മട്ടൺ ബിരിയാണി തന്നെ അയച്ച് കഴിക്കുന്നതായിരിക്കും. ഭക്ഷണത്തെ സ്നേഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല. എല്ലാവർക്കും പലതരത്തിലെ രുചികൾ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുമാണ്. എന്നാൽ ഇവിടെ വളരെയധികം അസീസിയ ഫാമിലി റെസ്റ്റോറൻറ്റിൽ മനോഹരമായ, വളരെയധികം രുചികരമായ, നാവിൽ രുചിയൂറുന്ന, വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. രുചിയുടെ മായാലോകം തീർത്ത ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രുചികളുമായി അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് അനുഷ. ബൈ ബൈ.